മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ആഞ്ജനേയ, ഹനുമാൻ സ്വാമിയേ, മൃത്യുഞ്ജയ, എന്നെ മരണത്തീന്ന് രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇത് ഞങ്ങളുടെ തേങ്ങ അല്ല, ഞങ്ങളുടെ തെങ്ങിനെ വീണത്. ഞങ്ങളുടെ പറമ്പിലാ വീണത്. അല്ല, ഞങ്ങളുടെ തേങ്ങ. അമ്മേ, ഇങ്ങോട്ട് ഓടി വന്നേ. അമ്മ എന്നെ മിന്നിച്ചേച്ചി തല്ലുന്നു. തേങ്ങ തേങ്ങ ഇങ്ങോട്ട് ഞങ്ങളുടെ തേങ്ങ തരില്ല. എന്നെ അടിച്ച് ഞാൻ ഓടിക്കും. വിടാനേ പറഞ്ഞേ. ഞാൻ തേങ്ങ ഇങ്ങോട്ട് അസത്ത് ചേർക്ക. എന്നെ അടിക്കില്ല. തേങ്ങ തരാം. വിടാൻ പറഞ്ഞില്ലേ? ഇത് ഞങ്ങളുടെ തേങ്ങ. അമ്മേ, അമ്മേ, ഈ അപ്പനെ തള്ളിയിട്ടമ്മേ. അമ്മേനെ നെറ്റി പൊട്ടി. അമ്മേ പോടാ. അയ്യോ, എന്റെ കവളത്ത് മാന്തി. ചേച്ചി കുസുമ്പ് ചേച്ചി. അമ്മ ഇങ്ങോട്ട് വന്നേ. പോടാ. അയ്യോ അമ്മേ, നിർത്താൻ. നിർത്താൻ. അമ്മേ ഓടി വാ. എന്നെ നെറ്റി പൊട്ടി. അയ്യോ ചോര. എന്റെ കുഞ്ഞിനെ കൊന്നേ. എന്താണ് ഞാൻ ഇന്നലെ പറഞ്ഞതാ എന്റെ കൊച്ചിനെ കൈവെക്കരുതെന്ന്. അവന്റെ തന്ത ഇവിടെ ഇല്ലെന്നൊന്നും കണക്കാക്കണ്ട. ഇത് വല്ലതും ഞാൻ അറിയിച്ചാലുണ്ടല്ലോ. കൊച്ചിനെ ഉണ്ടാക്കിയിട്ടാ പോരാ, ചൊല്ലു വിളിയോടെ വളർത്തണം. ഇല്ലെങ്കിലേ നാട്ടുകാർ കൈവയ്ക്കും. ഓ, നിന്റെ ഗൾഫുകാരൻ ദരിദ്രവാസി ഭർത്താവ് എന്തുവാ എന്നെ അങ്ങ് മൂക്കി കയറ്റുവോ? ഇങ്ങോട്ട് വരാൻ പറ. എന്റെ വീട്ടിൽ നല്ല കുറ്റിച്ചൂല് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ സർക്കാർ ഗുമസ്തനേക്കാളും ഭേദോ മണങ്ങോടൻ. അങ്ങനെ പറയണ്ടേ. അമ്മേ, അമ്മ ഇങ്ങോട്ട് വന്നേ. അമ്മ ഇതൊന്നും കാണുന്നില്ലേ? നിന്റെ തള്ള ഇങ്ങോട്ട് വരാൻ ഞാൻ ചോദിക്കാനുണ്ട്. എന്താ അവിടെ? ഇങ്ങോട്ട് വേഗം വന്നേ. എന്താ അവിടെ? നമ്മുടെ തേങ്ങ എടുത്തു. ഏത് തന്തയില്ലാത്തവളാടി എന്റെ തേങ്ങ എടുത്തത്? ഈ തന്തയില്ലാത്തവളാ. എന്റെ തെങ്ങി തൊട്ട് കളിക്കരുതെന്ന് നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. തള്ളേ, എന്നോട് കൈ ചൂണ്ടി സംസാരിക്കരുതെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. ഞാൻ വന്നതേ ഞങ്ങളുടെ തേങ്ങ എടുക്കാനാ. ഞങ്ങളുടെ തേങ്ങയോ? അതേത് തേങ്ങ? അതെ, ഞങ്ങളുടെ തെങ്ങിന്ന് ഇങ്ങോട്ട് വീണ തേങ്ങ. എനിക്കായി തിരിച്ചിട്ട 30 സെന്റിൽ ആ തെങ്ങ് നിൽക്കുന്നത്. ഇതേ ഞാൻ കെട്ടിയ വേലിയാ. നമ്മുടെ പറമ്പിൽ വീഴുന്ന തേങ്ങ നമുക്കല്ലയോ? പിന്നെ അതങ്ങനെ ചെന്ന് പറഞ്ഞാ മതി നിന്റെ മറ്റവന്റെ അടുത്ത്. നിന്റെ അമ്മയുടെ നെഞ്ചത്തെ വേലി ഞാനിപ്പോ കാണിച്ചു തരാം. നീ എന്റെ വിഷ്ണുവിനെ ചതിച്ച് എഴുതി വാങ്ങിയതാ 30 സെന്റ്. അതാ തേങ്ങ ഇങ്ങോട്ട് തന്നെ വീണത്. ദൈവത്തിന്റെ നേര്. തേങ്ങ വീണതേ എന്റെ തെങ്ങിന്നാണെങ്കിൽ ഈ വിമൽ അത് എടുത്തിരിക്കും. എടുത്താ നീ വിവരം അറിയും. ഇതിപ്പോ 5ാമത്തെ തവണയാ നിങ്ങളുടെ വീട്ടിലെ ഈ നശിച്ച ചെറുക്കനെ കൊണ്ട് എന്റെ തേങ്ങ കട്ടെടുപ്പിക്കുന്നത്. ഇതിപ്പോ 10ാമത്തെ തവണയാ നീ എന്നോട് വഴക്ക് കൂടുന്നത്. മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലേ നിന്നെ പൊറഞ്ഞാൻ പൊളിക്കും. നിങ്ങളത് ചെയ്യും. ആവശ്യം വന്നാ നിങ്ങൾ കാലം തിരുമോ? പെറ്റതള്ളമാരെന്ന് പറഞ്ഞാലേ മക്കളോട് ഒരുപോലെ സ്നേഹം വേണം. നിങ്ങൾ പെറ്റതള്ളയല്ല, രക്തേക്ഷിയാ. മൂത്ത മോളുടെ ചോര ഊറ്റി കുടിക്കുന്ന രക്തേക്ഷി. രക്തേക്ഷി അല്ലടി വിമലേ, ചൊടലക്കാളി, ചൊടലക്കാളി. എന്റെ മോന്റെ ചൊടലിൽ തുടങ്ങിയതാ ഇവളുടെ തുള്ളൽ. അതെ അതെ. വല്യമ്മേ, നിങ്ങൾ ഇതിന്റെ ഇടക്കരുത്. ഇതിന്റെ മോളും ഞാനും തമ്മിലുള്ള പ്രശ്നമാ. നിന്റെ മോനെ സൃഷ്ടിച്ചതേ എന്റെ മോനാ. ഓ മോന, കള്ളു കുടിച്ച് അൽപായസായിട്ട് ചത്ത് എന്നെ വഴിയാധാരമാക്കിയ മഹാഭാവി. ഞാൻ നിങ്ങളുടെ മോളൊന്നുമല്ല. എന്നെ മോളെന്ന് വിളിക്കുകയും വേണ്ട. എന്തോ ചെയ്യാനാ, പെറ്റുപോയില്ലയോ? എന്റെ വയറ്റി കുറിച്ചപ്പോ തന്നെ നിന്നെ അങ്ങ് അലസിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് ഗതി വരത്തില്ലായിരുന്നു. അതെങ്ങനാ? തന്തയുടെ സകല ദുർഗുണവും കിട്ടിയിരിക്കുന്ന നിനക്കല്ലേ? കള്ളു കുടിക്കുന്നില്ലെന്നേ ഉള്ളൂ. അച്ഛൻ കള്ളുടിച്ചെങ്കിലേ അത് നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട. രൂപ 4600 എനിക്ക് തരാനുള്ളത്. സ്ത്രീധന ബാക്കി അതിങ്ങോട്ട് വെച്ചിട്ട് സംസാരിക്കുന്നല്ലേ. അതേടി, നിന്നെ പെറ്റു വളർത്തി പള്ളിക്കൂടത്തി വിട്ട് ഇത്രയാക്കിയതിന്റെ നോട്ടക്കോലി ഇങ്ങോട്ട് വെക്കടി. എത്ര കണക്ക് കൂട്ടിയാലും മുലപ്പാലിന്റെ വില നിനക്ക് തരാൻ ഒക്കോടി പട്ടി. നിങ്ങൾ എനിക്ക് തന്ന മുലപ്പാലേ ദേ ഞാൻ എന്റെ മോക്ക് കൊടുത്തു. അങ്ങനെ ആ കട അങ്ങ് തീർന്നു. ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ എന്നെ പെറ്റത്? ഞാൻ നിന്നെ പെറ്റതേ നിന്റെ തന്ത പറഞ്ഞിട്ടാടി. മുടക്കാച്ചരക്കായിട്ട് ഇവിടെ നിന്ന് നിന്നെ എന്റെ ചെറുക്കം കെട്ടിച്ചയച്ച എന്റെ ചെലവ് ഇങ്ങോട്ട് വെക്കടി. അമ്മേ പ്ലീസ് ഒന്ന് അകത്ത് പോകുന്നുണ്ടോ? ബാക്കിയുള്ളവർക്ക് വഴിയിറങ്ങി നടക്കേണ്ടതാ. നീ ഓടിയോത്ത്. ഇവൾ എന്നോട് ചോദിച്ചാ നീ കേട്ടോ? ചോദിച്ചു. ആര് പറഞ്ഞിട്ടാ ഇവളെ പെറ്റെന്ന്? ഒരു പെറ്റ തള്ളയുടെ മുഖത്ത് നോക്കി ചോദിക്കാന്ന് ചോദ്യമാണോ ഇത്? എന്റെ ഗുരുവായൂരപ്പ,
അവര് പറഞ്ഞു കേട്ടോ ഞാൻ മുടക്കച്ചെറുക്കാണെന്ന്. ഒരു പെറ്റ തള്ളക്ക് പറയാൻ കൊള്ളാവുന്നതാണോ അത്? അയ്യോ എനിക്കിവിടെ ആരുണ്ട്? ആരുമില്ല. പ്ലീസ് ഒന്ന് അകത്ത് പോയേ. ബാക്കിയുള്ളവർക്ക് നാട്ടുകാരുടെ പരിഹാസം കേൾക്കാൻ വയ്യ. വിമലേച്ചി, ചേച്ചിക്കെങ്കിലും ഒന്ന് അകത്ത് പോയിക്കൂടെ? ഇങ്ങനെ ദിവസവും കിടന്ന് വഴക്കിട്ടിട്ട് പാവം കൊച്ചേട്ടനെ നാണം കെടുത്താൻ. സച്ചി ചേട്ടാ, വിമലേച്ചി വിളിച്ച് അകത്തോണ്ട് പോയേ. അതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യം, അത് ഞാൻ ഇടപെടുന്നത് ശരിയല്ല. നല്ല ഭർത്താവ്. ഓ ഭർത്താവ് മോശമാണെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചു. എന്തായാലും നിന്നെ പോലെ പൊറന്നറിഞ്ഞ് നിൽക്കാലല്ലോ. അല്ലല്ലോ ഈ തളയ്ക്ക് പെമ്മക്കളെ കെട്ടിച്ചു വിടുന്ന ഇഷ്ടമല്ല. സ്വത്ത് പോകത്തില്ലയോ? അവർ ഈ 30 സെന്റും കെട്ടിപ്പിടിച്ചോണ്ടേ ചാവത്തുള്ളൂ. അതും കൊണ്ട് അങ്ങ് മുകളിലോട്ട് പോവും. അല്ലടി, അതുകൂടെ ഞാൻ നിനക്ക് എഴുതി തരാം. എന്റെ കാശ് ഇങ്ങോട്ട് വെക്കേ. സ്ത്രീധനത്തിന് ബാക്കി 4600 രൂപ ഇനിയും തരാനുണ്ട്. അങ്ങോട്ട് ചോദിക്കും മനുഷ്യ, കാശ് ഇങ്ങോട്ട് വെക്കാൻ പറ. അതെ, എന്റെ സ്ത്രീധന പൈസ ബാക്കി എത്രയും വേഗം കിട്ടും. കുറച്ച് താമസിച്ച ഇയാള് വാങ്ങിക്കത്തില്ലയോ? നോക്കടി, എന്റെ കൊച്ചിന്റെ നെറ്റി നോക്കടി. ഇതിന് ഉത്തരം പറയാൻ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. നീ ഇവനെ നോക്ക്, ഇവന്റെ കവള് മാറ്റി പറിച്ചു വെച്ചിരിക്കുന്ന കേട്ടോ. ഓ പോലീസ് വന്നാലും ശരി, പട്ടാളം വന്നാലും ശരി, രണ്ടിലൊന്നും അറിയാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. അവിടെ നിന്നു. എടാ പോയി വിളിച്ചോണ്ട് വാടാ വിഷ്ണുവിനെ. ഈ തള്ളയോട് വർത്താനം പറഞ്ഞ എന്തിനാ? അവൻ വരട്ടെ, അവനല്ലേ ഈ വീട്ടിലെ കാരണവര്. അതേടാ അപ്പുക്കുട്ട, ഓടിച്ചെന്ന് മാമനെ വിളിച്ചോണ്ട് പോവാ. ഈ മാരണത്തെ പിടിച്ച് തലേ വെച്ച് എന്തിനാണെന്ന് ചോദിക്കട്ടെ. അയ്യോ, ആ മണം കൊണ്ട് നീ വൈകുണ്ടത്തുകാരുടെ ചെരുപ്പൊക്കെ കൊണ്ട് നടക്കുക. അയ്യടാ, അവൻ ചെരുപ്പ് നക്കിക്കൊണ്ടുവരുന്ന നക്കി തിന്നാൻ നിങ്ങളുണ്ടല്ലോ. നക്കി തള്ള എച്ചിരി നക്കിട ചെറു നക്കി. അന്തയില്ലാത്തോളെ നിന്റെ എവിടെ വെക്കാം? ചേട്ടാ, വിശ്വാമിനെ ഒന്ന് വിളിച്ചോണ്ട് വരാമോ? എത്രയും പെട്ടെന്ന് വർക്ക് തീർക്കണം വിഷ്ണു. ആ സ്ത്രീക്ക് എല്ലാം പെട്ടെന്ന് വേണം. പണം തരുന്ന കാര്യത്തിൽ മാത്രം അവർക്ക് യാതൊരു ധൃതിയില്ല. പേയ്മെന്റോടൊന്ന് പെട്ടെന്ന് തരാൻ പറയും. സിമെന്റ് വേണം. ഇവിടെ ഇനി 5 ബാഗും കൂടെ ഉള്ളൂ. ഒരു ലോഡ് സിമന്റ് അതിനിടയ്ക്ക് തീർത്തോ? സിമെന്റ് ലേശം കുറയ്ക്കാമെന്ന് പറഞ്ഞാൽ മേഡം വിഷ്ണു സാർ സമ്മതിക്കുമോ? 1:2:4 മിക്സ് തന്നെ വേണം. 1:3:6 ഇട്ടാലും കെട്ടിടം നിൽക്കും, ലാഭവും കിട്ടും. പണിയിൽ വഞ്ചന കാണിച്ചുള്ള ലാഭം നമുക്ക് വേണ്ട. സിമന്റ് ഞാനൊന്ന് ഏർപ്പാട് ചെയ്ത് തരാം, പണി മുടക്കണ്ട. ഇപ്പം നടക്കുന്ന 3 വർക്കിലും ലാഭം കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ നമ്മൾ എന്ത് ചെയ്യും വിഷ്ണു? ദത്തം മുതലാളി വൈകുണ്ഠം കൺസ്ട്രക്ഷന്റെ പാർട്ണറായിരിക്കുന്നിടത്തോളം കാലം അമ്മച്ചിക്ക് ലാഭം കിട്ടുമെന്ന പ്രതീക്ഷ എനിക്കുമില്ല. മുടക്കുന്ന പണത്തിന് പലിശ കൊടുക്കണം. കോൺട്രാക്ട് തുകയുടെ 5% ലാഭമായി കൊടുക്കണം. ചുരുക്കത്തിൽ വർക്ക് നഷ്ടത്തിൽ കലാശിച്ച് നമ്മുടെ കൈ പൊള്ളിയാലും ദത്തം മുതലാളിക്ക് ലാഭം. എന്ത് ചെയ്യാം? പാർട്ട്ണർഷിപ്പ് അദ്ദേഹം ഉണ്ടാക്കിയതല്ലേ. ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് പിന്നീടല്ലേ. ആ, ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ, ദത്തൻ ഇന്നലെ വീണ്ടും കിഷോറിന്റെ കാര്യം എടുത്തിട്ടു. കല്യാണക്കാരിയോ? അമ്മു സമ്മതിക്കൂ? എനിക്കറിഞ്ഞൂടാ. ദത്തനെ പിണക്കാനും വയ്യ. വിഷ്ണു സാറേ, അടി. അടിയോ? വീട്ടിലടി, ഭയങ്കര അടി. ആ. അമ്മയും അനിയത്തിമാരും ഒരു സൈഡില്, ചേച്ചിയും ഭർത്താവും മറു സൈഡില്. ഓ, അതൊരു പുതിയ കാര്യമൊന്നുമല്ല. നിത്യ തൊഴിൽ അഭ്യാസം. എന്റെ തലയിലെഴുത്ത്. അയ്യോ, ഇത് അങ്ങനൊന്നും അല്ല, സാധാരണ ഫൈറ്റ് അല്ല. വേവാ, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. വേഗം വരണം. കിഷോറിന്റെ കാര്യം അമ്മുവിനോട് പറയുമ്പോ നീയും എൻ്റെ അടുത്ത് വേണം. ശരി. അമ്മേ, വിഷ്ണു വന്നല്ലോ. ഇങ്ങോട്ട് വരാൻ. ദൈവത്തെ ഓർത്തൊന്ന് അകത്ത് പോ. എന്തൊരു നാണക്കേടാ ഇത്. നാണക്കേടോ? അതിന് നിന്റെ തള്ളക്ക് എവിടെയാണ് നാണക്കേട്? ചേച്ചിയുടെ തള്ള ആയി കഴിഞ്ഞല്ലേ എന്റെ തള്ളയായത്. നീ ഒറ്റ തന്തയ്ക്ക് ജനിച്ചവനാണെങ്കിൽ ഇവളുടെ കർണക്കുറ്റി അടിച്ച് പൊട്ടിക്കടാ വിഷ്ണു. എന്താ ഇന്ന് ഇവിടുത്തെ പ്രശ്നം? പ്രശ്നോ? എന്റെ തേങ്ങ ഈ പെണ്ണുമ്പിള്ള കട്ടെടുത്തു. ഇപ്പൊ സിറ്റിയിൽ ഒരു തേങ്ങയ്ക്ക് 10 രൂപയെ വില. എടാ, നമ്മുടെ പറമ്പിൽ വീണ തേങ്ങ ഇവളെടുത്തത്. എന്നിട്ട് തേങ്ങ എവിടെ? അതവിടെ പോയി. തള്ള നിങ്ങൾ എടുത്തോണ്ട് പോയാ തള്ള? അമ്മൂമ്മ എടുത്തോണ്ട് പോയി കാണും. അയ്യോ, അത് ശരി, പമ്മി പമ്മി വന്ന ഇതിനായിരുന്നു. ആഹാ,
എന്റെ തേങ്ങയുടെ കാശ് തരാ. ഞാൻ എവിടും തരാനാ? അല്ലേ തന്നെ ഞാനാണോ തേങ്ങ എടുത്തത്? ദേ നീ അവക്ക് കാശ് കൊടുത്ത എന്റെ ഒന്ന് വാങ്ങിക്കും. അമ്മയും ചേച്ചി ഒരു കാര്യം ചെയ്യും, എന്നെ നെടുക രണ്ടായിട്ട് പിളർന്ന് രണ്ടുപേരും പപ്പാതി എടുത്തു. എടാ, ഈ തള്ള നന്നാവൻ അവൻ സമ്മതിക്കത്തില്ല. അവൻ പിന്നെ വൈകുണ്ഠത്ത് പോവാ. അവിടുത്തെ തള്ളയുടെ കാല് തീരുമാൻ. ഇങ്ങോട്ട് വാ, അവന് ചോരയൊന്ന് കാണട്ടെ. ഈ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയി ഞാൻ എവിടെ നിന്നെടുക്കും? ഒരു 100 രൂപയെങ്കിലും തന്നിട്ട് പോ. എന്റെ കയ്യിൽ ഇല്ല ചേച്ചി, ഇല്ലാഞ്ഞിട്ടാ. ഇല്ല ഇല്ല എന്നല്ലാതെ ഉണ്ടെന്ന് നീ എന്നാ പറഞ്ഞിട്ടുള്ളത്? വൈകിട്ട് വരുമ്പോ നീ എനിക്ക് കാശ് തന്നില്ലെങ്കിലാ. തന്നില്ല നീ എന്തോ ചെയ്യും? എടാ വിഷ്ണു, നീ ഒറ്റ ഒരുത്തന്നെ എവിടെ എങ്ങനെ വഷളാക്കിയത്? ശരിയാ, അമ്മയെ വഷളാക്കിയത് ഞാൻ തന്നെ. അമ്മ എല്ലാവർക്കും അമ്മയാണല്ലോ ഒരു ശല്യം. ഇവിടെ തന്നെ മാറി നിൽക്കണം അങ്ങോട്ട്. എന്റെ കത്തി എന്തേ? ഞാൻ പോയി എടുക്കുന്നത്. അങ്ങോട്ട്. ആ തേങ്ങയും പോയി. എന്തൊരു കഷ്ടം ഇത്. നടന്നേ. പിടിച്ചോണ്ട് പോയിക്കോ. എന്റെ കയ്യിൽ നല്ല കത്തിയുണ്ട്, ഞാൻ പറഞ്ഞേക്കാം. ഒരു ശല്യം അത്. ഒന്ന് മാറി വിടാൻ എന്നെ. നാശങ്ങളാ ഇത്. ഇങ്ങോട്ട് വാ. പറഞ്ഞ മനസ്സിലാവത്തില്ല. എന്തിയേ എങ്ങോട്ടാ നാണമില്ലാതെ കേറി വരുന്നത്? ആണാണെന്നും പറഞ്ഞ് മീശയും വെച്ച് നടന്നാ പോരാ. ഒരു വഴക്കിട്ടാതെ ജയിക്കാൻ പഠിക്കണം. ബാക്കി കിട്ടാനുള്ള സ്ത്രീധന പണം പലിശയും കൂട്ടി മേടിക്കാൻ അറിയണം. എനിക്ക് ഇത്രയൊക്കെ പറ്റൂ. ദേ, എന്റെ അടുത്തുനിന്ന് പോകുന്നുണ്ടോ? പ്രായമായ പെണ്ണ് അടുത്ത് നിൽക്കുക. എന്നെ കൊണ്ട് വേണ്ടാത്തൊന്നും പറയിക്കണ്ട. ശരി, ഞാൻ പോയേക്കാം. നിന്റെ നാക്കിന്റെ ചൊറിച്ചിൽ മാറിയിട്ട് വരാം. ഓ, വന്നാലും മതി. ഓ, എന്റെ ഒരു ജീവിതം ഇങ്ങനായി പോയല്ലോ ഈശ്വര. എന്റെ ഹനുമാൻ സ്വാമിയെ കാത്തുരക്ഷിക്കണേ, എന്റെ ഹനുമാൻ സ്വാമിയെ കാത്തുരക്ഷിക്കണേ. എന്തിനടി അവിടെ എവിടെ നോക്കുന്നത്? കട്ടിലിന്റെ അടി നോക്ക്. ആ തേങ്ങ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? തേങ്ങയോ? ഏത് തേങ്ങ? മിന്നുവിന്റെ നെറ്റിയിൽ ചോര വന്നതേ ഉള്ളൂ. നിന്റെ തല ഞാൻ അടിച്ചു പൊട്ടിക്കും. ഇതങ്ങനെ വിറ്റ് സമ്പാദിക്കണ്ട. എന്തിനാ ഇങ്ങനെ പൂഴ്ത്തി വെക്കുന്നത്? ആ രൂപയെല്ലാം എടുത്ത് നിങ്ങളുടെ ശവത്തിന്റെ കൂടെ എരിക്കുവോ? എരിക്കുവടി, നിന്റെ ശവത്തിന്റെ കൂടെ. ഞാൻ പോകുന്നത് കാണാനുള്ള ഭാഗ്യം നിനക്കില്ല, പക്ഷേ നീ പോകുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ട്. കാണും കാണും. സ്വന്തം മകനെ കൊന്നു നിന്ന് എന്റെ കഴുത്തിലെ താലി അർത്ഥ ദ്രോഹിയല്ലേ നിങ്ങള്? ഇങ്ങോട്ട് തരാന് എന്റെ പൊന്നെ നാശം കീറാതെ. ഓ, ഇങ്ങനെ ഒരു തള്ള. അവളുടെ ഒരു കൊള്ളാം, നല്ല തേങ്ങ. 10 രൂപയെങ്കിലും കിട്ടും. അമ്മോ, നീ എന്റെ ഇന്ന് വാങ്ങിക്കുവേ. മൂക്കി പല്ല് വന്നിട്ട് ഒരു കുട്ടിക്കളി. കല്യാണക്കാര്യം പറയുമ്പോഴൊക്കെ ഈ ഒരു ഭാവമേ കാണിക്കൂ. വയസ്സ് 27 കഴിഞ്ഞു. വരുന്ന ചിങ്ങത്തിൽ 28 ആകും. ഒരു കല്യാണം നടക്കാൻ എത്ര നേരം വേണം? വിമലേച്ചിക്ക് കല്യാണം ആലോചിച്ച് എത്ര വർഷം നടന്നു. ജാതകം ചേരുമ്പോൾ സ്ത്രീധനം ചേരത്തില്ല, രണ്ടും ചേരുമ്പോൾ കാഴ്ചയ്ക്ക് ചേരത്തില്ല, ഇതെല്ലാം ചേരുമ്പോൾ ഞങ്ങളുടെ അമ്മ ചേരത്തില്ല. എന്നിട്ട് അവസാനം 2 ആഴ്ച കൊണ്ടാ. അത് ഓടി നടക്കാൻ നീ ഉണ്ടായിരുന്നു. ഇവിടുത്തെ കാര്യോ? വരും, നല്ലത് വരും. അല്ലാതെ 26 ആയി 27 എന്നൊക്കെ പറഞ്ഞ് വല്ല ആക്രി കച്ചവടക്കാരന് പിടിച്ചു കൊടുക്കാൻ പറ്റൂ? ദത്തം മുതലാളിയുടെ സഹായം നമുക്ക് വേണം. എന്ന് വെച്ച് ഇങ്ങനൊരു ബന്ധം അല്ല. അമ്മച്ചിയുടെ തീരുമാനത്തിന് തന്നെ എതിര് പറയല്ല. എന്നാലും വിച്ചേട്ടാ, ഇതൊന്ന് കേട്ടു നോക്കിയേ. പങ്കജുദാസ് ഫാന്റാസ്റ്റിക്. ഓടി എവിടുന്ന്? എനിക്കിത് കാണുമ്പോഴാ വിഷ്ണു, ഇവൾ ഏത് സ്വപ്നലോകത്താ? അച്ഛനുണ്ടായിരുന്ന കാലത്ത് ഇതൊക്കെ നടന്നു എന്ന് വെച്ച് ഒരു വശത്ത് ബിസിനസ് തകർന്നുകൊണ്ടിരിക്കുന്നു. ദത്ത മുതലാളിക്ക് ഇപ്പൊ തന്നെ കടം എത്രയെന്ന വിചാരം? അവനവന്റെ കാലിന്റെ കീഴിന്ന് മണ്ണിളകി പോകുന്നത് ഇവൾ അറിയണ്ടേ? അതിനു പകരം പാട്ടും കേട്ട് പുസ്തകവും വായിച്ച് കട്ടിലെ മലന്ന് നടന്ന എന്റെ കണ്ണടഞ്ഞു കഴിഞ്ഞ് ഇവൾ എങ്ങനെ ജീവിക്കും? ഓർക്കുമ്പോ ഉറങ്ങാൻ പറ്റുന്നില്ല വിഷ്ണു. രവിച്ചേട്ടൻ പോയ പിന്നെ ഞാൻ സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങിയിട്ടില്ല. നിനക്ക് മാത്രമേ എന്നെ മനസ്സിലാവൂ. എനിക്ക് ഈ കല്യാണം നടത്താൻ ഇഷ്ടമുണ്ടായിട്ടല്ല. പക്ഷെ അയാൾ ഇത് ഇങ്ങോട്ട് പറയുമ്പോ വേണ്ടെന്ന് വെക്കുന്ന എങ്ങനെയാ?
തന്നെയല്ല, കല്യാണം എന്നൊക്കെ പറയുന്നത് തലയിലെഴുത്താ. അനുഭവിക്കാൻ യോഗമുള്ളവർക്ക് അനുഭവിക്കാൻ പറ്റും. അമ്മച്ചി സമാധാനമായിട്ടിരിക്കും, ഒക്കെ ശരിയാവും. എവിടെ ശരിയാവും? വിച്ചേട്ടാ, കിട്ടി. ഷിപ്രക് സെയിലർ കിട്ടി. ശോ, ഈ പുസ്തകം ഞാൻ എവിടെയൊക്കെ തപ്പി. വിചാരിച്ചത് നഷ്ടപ്പെട്ടു പോയിന്നാ. ഓ, അപ്പൊ ഞാൻ ഇത്ര കാലം പറഞ്ഞ ഒന്നും തലയിലോട്ട് കയറിയിട്ടില്ല. ഇയാൾ ഇത്രയും കാലം പറഞ്ഞതൊന്നും ഇയാള് പറഞ്ഞതല്ലല്ലോ, അമ്മ പറഞ്ഞതല്ലേ. വിചേട്ടന് സ്വന്തമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു, ഞാൻ കേൾക്കാം. അമ്മച്ചി പറയുന്നത് ഞാൻ പറയുന്നത് തമ്മിൽ എന്താ വ്യത്യാസം? അമ്മച്ചി പ്രസവിച്ചിട്ടിങ്ങി തന്നു. തൊട്ടിലാട്ടിയതും കുപ്പിയിൽ പാല് തന്നതും ചോറ് ഉരുട്ടി തന്നതും എല്ലാം ഞാനാ. കുഞ്ഞാദ്യം കൂട്ടി വിളിച്ച വാക്കേ അമ്മയെന്നല്ല, വീച്ചേട്ടാന്ന. അതുകൊണ്ട് അമ്മച്ചിയുടെ അധികാരം എനിക്കുണ്ട്, ഇല്ലെന്നൊന്നും പറയണ്ട. കാര്യം ഞാനിവിടെ 10ാം വയസ്സിൽ കൊച്ചിനെ നോക്കാൻ വന്നതാണെങ്കിലും അമ്മച്ചിയാകട്ടെ അച്ഛനാകട്ടെ ഇന്ന് വരെ എന്നെ വേറെ ആളായിട്ട് കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. അതാണല്ലോ പ്രശ്നം. അതാണോ കാര്യം തുറന്നു പറയാത്തത്? എന്താ കുഞ്ഞി കല്യാണത്തിന് സമ്മതിക്കാത്തത്? ഇവിടെ പൈസ ഇല്ല എന്ന് വെച്ചാണെങ്കിൽ ആ വിഷമം വേണ്ട. കടം വാങ്ങിച്ചാണെങ്കിലും നമ്മൾ ഈ കല്യാണം നടത്തും. അത് നമ്മൾ വീട്ടുകയും ചെയ്യും. പിന്നെ ഇയാള് കുറെ വീട്ടും. കോടീശ്വരനല്ലേ. കളിയാക്കണ്ട. അത് പോട്ടെ. അത് കഴിഞ്ഞാൽ പ്രശ്നം അമ്മച്ചിയെ തനിച്ചാക്കുന്ന. അത് തൽക്കാലം ഞാനില്ലേ. പിന്നെ അത്യാവശ്യം വന്നാ നിങ്ങൾക്ക് അമ്മച്ചിയെ കൂടെ നിർത്തിക്കൂടെ? ഇയാള് വലിയ പ്ലാനിങ് ആണല്ലോ. ദേ, ഇനി എനിക്ക് ദേഷ്യം വരും. കുറെ നാളായിട്ട് കുഞ്ഞെന്നെ കുരങ്ങ് കളിപ്പിക്കുക. എന്നെ മാത്രമല്ല, പാവം അമ്മച്ചിയെ. പിന്നെ ഇങ്ങനെ നിന്ന് അവസാനം മുടിയും നരച്ച് തൊലിയും ചുളുങ്ങി അങ്ങനെ അങ്ങ് നിന്നുപോകും. ഇയാൾക്ക് പിന്നെ നിത്യയൗവനമാണല്ലോ. എനിക്കോ? എനിക്കിങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. 3 നേരം ഭക്ഷണത്തിന് മുട്ടില്ലാത്തത് തന്നെ വലിയ കാര്യം. ഞാൻ അത്രേ വിചാരിച്ചിട്ടുള്ളൂ. കുഞ്ഞു വെറുതെ വീച്ചേട്ടനെ വിഷമിപ്പിക്കാതെ കാര്യം പറയുന്നുണ്ടോ? ഇത് കടലിൽ പോയ ഒരാളെക്കുറിച്ചാ. 10 ദിവസം അയാൾ കടലിൽ കഴിഞ്ഞു. 10ാം ദിവസം അയാൾ കരയ്ക്കണഞ്ഞു. വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ, ജീവിക്കാനുള്ള ആശ കൊണ്ട് മാത്രം ജീവിച്ച ഒരാൾ. ഞാനും അങ്ങനെ കടലിൽ കഴിയുന്ന ഒരുത്തിയാണ്. വർഷങ്ങൾ ഓരോന്ന് കടന്നു പോകുമ്പോഴും എനിക്കൊരു പേടിയും തോന്നുന്നില്ല. കാരണം തീരമുണ്ടെന്ന് എനിക്കറിയാം. എത്ര താമസിച്ചാലും ഞാൻ ആ തീരം അണയുമെന്നും. അങ്ങനെ വഴിക്കുവാ. ആരാ കുഞ്ഞിന്റെ മനസ്സിൽ? ആരായിരിക്കും? എനിക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ പെമ്പിള്ളാരെ കാര്യമല്ലേ, ഏത് സമയത്താ ആരാ എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഒരു ക്ലൂ തരാം. എനിക്ക് താരാട്ട് പാടിത്തരുന്ന, ചോറുരുട്ടിത്തരുന്ന, സാരി വാങ്ങാനും ചെരുപ്പ് വാങ്ങാനും കൂടെ വരുന്ന, കാസറ്റ് വാങ്ങാനും പുസ്തകം വാങ്ങാനും സഹായിക്കുന്ന, ഇയാൾ ഉരുട്ടിത്തരുന്ന ചോറിന് എന്ത് രുചിയായിരുന്നു. എനിക്ക് ജീവിതം മുഴുവൻ ആ ഉരുള വേണമെന്ന ആഗ്രഹം. പെങ്ങന്മാരും അടിപിടി കൂടും കഥയാണ്, ആങ്ങളമാരും നാത്തുമാരും തമ്മിൽ